നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു, പലർക്കും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നറിഞ്ഞു. അപ്പം ഇതിലെങ്ങനെ നിങ്ങൾക്ക് പ്രതിരോധിക്കാം, അതായത് നെക്സ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ തുടങ്ങിയ സാധ്യതകൾ എങ്ങനെ പരിശോധിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ആ ഒരു 3 അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതെന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി കോട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിന് ഏത് കോളേജിലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ ഒരു കോളേജിനെ ബന്ധപ്പെടുക. അതും അല്ലെങ്കിൽ സിഇയുടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിനകത്ത് കയറി CAPE അതായത് കേപ്പിൻ്റെ അണ്ടറിലുള്ള കോളേജിലേക്ക് കമ്മ്യൂണിറ്റി കോട്ട റിലേറ്റഡ് ആയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയവും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊക്കെ ആഗതമായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും സിഇയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു പ്രസ് റിലീസ് നോട്ടിഫിക്കേഷൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നീട് രണ്ടാമതായിട്ട് വരുന്നത് മെഡിക്കൽ, അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സിന് വേണ്ടിയിട്ട് NRIക്കാർ അപേക്ഷിച്ച് കാണും. അപ്പോൾ അവരുടെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനുള്ള അവസരം CE ഒരുക്കിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുക. അതായത് പ്രധാനമായിട്ടും പേര്, ഒപ്പ്, അതുപോലെ തന്നെ നെറ്റിവിറ്റി പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള ഒരു ലാസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം വന്നിരിക്കുന്നത്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യുക. മൂന്നാമതായിട്ട് പറയാനായിട്ടുള്ളത് ആർക്കിടെക്ചറിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതറിയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ KEAM 2024 കാൻഡിഡേറ്റ് പോർട്ടലിൻ്റെ മെയിൻ വെബ്സൈറ്റിൽ കയറുക. മെയിൻ വെബ്സൈറ്റിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കാണും. അതിൻ്റെ തൊട്ട് താഴെ, കാറ്റഗറിയുടെ തൊട്ട് താഴെ വേറൊരു ഐറ്റം കൂടി കാണും, റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്ചറിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൽ ഏതൊക്കെ സ്റ്റുഡൻസിന് ലഭിച്ചു, ആ ഒരു സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണ്, എത്ര റാങ്കുകാർക്ക് കിട്ടി, ഏത് കോഴ്സിലാണ്, ഏത് കോളേജിലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നെക്സ്റ്റ് മെയിൻ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, തുടർന്നുള്ള അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ഇത്തവണത്തെ അലോട്ട്മെൻറ്റ് ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകൾ വളരെയധികം ശക്തി പ്രാപിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുൻവർഷത്തെ പോലെ തന്നെ ഈ വർഷവും കമ്പ്യൂട്ടർ സയൻസിന് നല്ലൊരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കോഴ്സുകൾക്കും നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ഗവൺമെൻറ് കോളേജുകളിൽ ഈ ഒരു കോമ്പറ്റീഷൻ കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും മിക്കവരും ഗവൺമെൻറ് കോളേജ് പ്രിഫർ ചെയ്യാനുള്ള കാരണം ഒന്ന്, മികച്ച കേരളത്തിലെ പല ഗവൺമെൻറ് കോളേജുകളും ഉന്നത നിലവാരം പുലർത്തുന്ന ഗവൺമെൻറ് കോളേജുകളാണ്. അതോടൊപ്പം തന്നെ ഫീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ കോളേജ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും കമ്പാരിറ്റീവ്ലി മറ്റ് കോളേജുകളെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് വളരെ കുറവാണ്. ഗവൺമെൻറ് കോളേജിലെ ഹോസ്റ്റൽ ഫീസ് ഒരു മാക്സിമം ഒരു 3500-4000 രൂപയ്ക്കകത്ത് നിൽക്കുമ്പോൾ പ്രൈവറ്റ് ഹോസ്റ്റലുകളിൽ അത് അതിലും കൂടുതലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഗവൺമെൻറ് കോളേജിൽ കുട്ടികൾ ഒരുപാട് അവസരത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ടൈമാണിത്. എന്ന് വെച്ച് ഗവൺമെൻറ് കോളേജുകളിൽ അവസരമില്ല എന്നല്ല അതിനർത്ഥം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് ഓരോ വർഷവും ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ബാക്കിയുള്ള ചില കോഴ്സുകൾക്ക് ഡിമാൻഡ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അവിടുത്തെ തൊഴിലവസരങ്ങൾ നശിച്ചെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഓൾറെഡി നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ഒരു കോളേജിൽ നോക്കുമ്പോൾ എന്തായിരിക്കും തോന്നുന്നത്, അതായത് ഈ ഒരു ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് മാത്രം പ്ലേസ്ഡ് ആയി പോകുന്നു, ഈ ഒരു ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് ഒന്നും പ്ലേസ്ഡ് ആയി പോകുന്നില്ല. അതിനർത്ഥം എന്ന് പറയുന്നത് അവിടെ ആ ഒരു ബ്രാഞ്ചുകൾക്ക് പ്ലേസ്മെൻറ്റ് ഇല്ല എന്നല്ല അതിനർത്ഥം. കാരണം കമ്പ്യൂട്ടർ സയൻസ് ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസിനായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് ബ്രാഞ്ചുകൾക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസായി വരുന്നുള്ളതെന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്നതാണ്. പക്ഷേ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റു ബ്രാഞ്ചുകളിൽ നിന്നും നിങ്ങൾക്ക് വളർന്നു വരാനായിട്ട് പറ്റും. പക്ഷേ അത് നിങ്ങളുടെ കാലിബർ അനുസരിച്ചിരിക്കും, നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഏത് ബ്രാഞ്ച്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ പോലും നിങ്ങളുടെ കഴിവനുസരിച്ചിട്ടാണ് നിങ്ങൾ ഉയർന്നു വരാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇനി പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, പല കോഴ്സുകളും എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് മേഖലയിലെ കോളേജുകളിൽ പോലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് 10,000-ന് മുകളിൽ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോഴേ 10,000-ന് മുകളിലുള്ള ആൾക്കാരെ അവർ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവിടുത്തെ ആ ഒരു ബ്രാഞ്ചുകളുടെ കോമ്പറ്റീഷൻ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒരു കമ്പ്യൂട്ടർ സയൻസ് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ബിരുദം മതി. ഇത് പല ടൈപ്പ് ആൾക്കാരാണ് ഇപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാറ്റഗറി ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് ജസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി മതി. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവസരം ഗവൺമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു ഹയർ റാങ്ക് ഉണ്ടെങ്കിൽ പോലും, അതായത്
കുറഞ്ഞ റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിറ്റ് ആവാൻ എളുപ്പമുള്ള കുറേ കോഴ്സുകൾ കീമിൻ്റെ അണ്ടറിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ തേടി പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇപ്പോഴും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോഴേ 10,000-ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞു. സോ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി മതി എന്നുണ്ടെങ്കിൽ, അതേസമയം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് പാഷനേറ്റ് ആണ് അല്ലെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് പലർക്കും ഒരു വിഷമം കാണും, അതായത് എനിക്ക് റാങ്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടൊരു സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ അവർക്കൊരു രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കേസ് മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നിങ്ങൾക്ക് എത്ര റാങ്ക് ഉണ്ടെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ ആ ഒരു കോളേജുകളുടെ ഒരു ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പ്രൈവറ്റ് കോളേജിൽ നമ്മൾ ഈ ഒരു റാങ്കിൻ്റെ പ്രശ്നം വലുതായിട്ട് വരത്തില്ല. അതായത് കേരളത്തിലെ ചില പ്രൈവറ്റ് കോളേജുകൾ ഒഴിച്ച് ബാക്കിയുള്ള പ്രൈവറ്റ് കോളേജുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് അവിടെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ട്യൂഷൻ ഫീ വേവിയർ പോലുള്ള സ്കീമിൻ്റെ ട്യൂഷൻ ഫീ വേവിയർ പോലുള്ള സ്കീമുകൾ അലോ ചെയ്തിട്ടുള്ള കോഴ്സുകളുള്ള കോളേജാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസിൻ്റെ ആ ഒരു ബർഡൻ ഇല്ലാതെ തന്നെ കോഴ്സ് പഠിച്ചിറങ്ങാനായിട്ട് പറ്റും. ആ ഒരു സ്കീമിൽ നിങ്ങൾക്ക് ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല കീമിൻ്റെ സ്കോർ ഉള്ളവരെയാണ് ഈ ഒരു ട്യൂഷൻ ഫീ വേവിയർ സ്കീമിലേക്ക് പരിഗണിക്കുന്നത്. അത് ഓരോ കോളേജും വ്യത്യസ്തമായിട്ടായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫീ വേവിയറിൽ ഉൾപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ഫീസിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരത്തില്ല, എസ്പെഷ്യലി ട്യൂഷൻ ഫീസിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ എക്സ്ട്രീംലി പാഷനേറ്റ് ആണ്, പക്ഷേ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടർ സയൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവായിട്ട് പല ഓപ്ഷൻസ്, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലാതെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് പറ്റും. അതിലൊന്നാണ് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഗവൺമെൻറ് മേഖലയിൽ വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമേ ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒട്ടുമിക്ക ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിലൊക്കെ കയറാനായിട്ടും പറ്റും. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇൻ ഡാറ്റ സയൻസ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മിഷൻ ലേണിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകൾ തുടങ്ങിയ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആണ്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെയും സീറ്റ്സ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഗവൺമെൻറ് മേഖലയിൽ ഇതിൻ്റെ സീറ്റുകൾ ഭയങ്കര ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് കോളേജുകൾ മാത്രമേ ഈ സീറ്റുകളൊക്കെ ഗവൺമെൻറ് മേഖലയിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ പ്രൈവറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഒരു ഫൈനാൻഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. ചില കോളേജുകൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ കീമിന് നല്ലോണം റാങ്ക് സ്കോർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ചില കോളേജുകൾ നിങ്ങൾക്ക് ഫീസ് ഇളവുകൾ തരാനുള്ള ചാൻസ് അധികമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്കിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ഫീസ് ഇളവുകൾ തരുന്ന ഒരുപാട് കോളേജുകളുണ്ട്. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവേശനം നേടാനായിട്ട് പറ്റും. പിന്നീട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്ന കാര്യമാണ്, നമ്മൾ ഓൾറെഡി തന്നെ കേരളത്തിലെ മിക്ക ഗവൺമെൻറ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിൽ എത്ര റാങ്കുകാരെ വരെ ആ ഒരു കോളേജിൻ്റെ ഓരോ ബ്രാഞ്ചുകളിലും അഡ്മിറ്റ് ചെയ്തു, ഓരോ കോഴ്സിലും എത്ര റാങ്കുകാർക്ക് വരെ പ്രവേശനം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന കോളേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കീപ് 2024 പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോളേജുകളുടെയൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കാൻ പറ്റും. അപ്പോൾ ഇനിയൊരു ഓപ്ഷൻ എൻട്രി അവസരം നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു നിങ്ങളുടെ മനസ്സിനനുസരിച്ചിട്ടുള്ള കോളേജും അതുപോലെ തന്നെ കോഴ്സും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് എന്തായാലും ഒരു ഓപ്ഷൻ കൺഫർമേഷനൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രിപ്പയർ ആവുക. സോ യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.